നമസ്കാരം. ലൈഫ് ഗിവിംഗ് ന്യൂസിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നായിരിക്കുന്നത് കുമാരപുരത്തുള്ള ശ്രീ അഗസ്ത്യേശ്വര സിദ്ധാശ്രമത്തിലാണ്. നമ്മോടൊപ്പം ഇന്നുള്ളത് ശ്രീ രാജവൈദ്യൻ മോഹൻലാലാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം സ്വാമി. നമസ്തേ. എന്താണ് പേരിലെ രാജവൈദ്യൻ എന്നുള്ള അങ്ങനെ ഒരു പേര് വരാനുള്ളൊരു? രാജവൈദ്യൻ എന്ന് ചേർക്കാൻ കാരണം സിദ്ധവൈദ്യത്തിലെ ഒരു വിഭാഗമാണ് രാജവൈദ്യം. അതിൽ രാജവൈദ്യ രസശാസ്ത്രി എന്ന കോഴ്സ് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് രാജവൈദ്യൻ എന്ന് വെച്ചത്. രാജവൈദ്യ രസശാസ്ത്രി പഠിച്ചിട്ടുള്ളവർ രാജവൈദ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് സിദ്ധവൈദ്യത്തിൻ്റെ ഒരു വിഭാഗമാണ്. കഴിഞ്ഞ ഒരു 8 തലമുറകൾക്ക് മുമ്പ് മുതലേ എൻ്റെ അച്ഛൻ വല്യച്ഛന്മാരെ ഇങ്ങനെ എല്ലാവരും വൈദ്യം മാത്രം ചെയ്ത ഒരു കുടുംബമാണ് തുടർച്ചയായിട്ട്. പക്ഷേ അത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ അതുണ്ട്. എങ്കിലും ഞാനൊരു 40 വർഷമായിട്ട് ഞാൻ ഈ വൈദ്യ മേഖലയിലുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥിയാണെന്നും. ഇതിനിടയിലുള്ള എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൂജാരി എന്ന് പറയുന്നതൊക്കെ വന്നത്. കാരണം ഈ ഭാരതീയ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ, പ്രത്യേകിച്ച് ആയുർവേദം, സിദ്ധവൈദ്യം തുടങ്ങിയവയുടെയൊക്കെ അടിസ്ഥാനം പഞ്ചഭൂത സിദ്ധാന്തങ്ങളാണ്, ത്രിദോഷ സിദ്ധാന്തങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ദൈവവ്യപാശ്രയ ചികിത്സ. ദൈവവ്യപാശ്രയം എന്നൊരു ചികിത്സാ സമ്പ്രദായം കൂടി ഈ ആയുർവേദത്തിലുണ്ട്. ആധ്യാത്മികവും ആത്മീയവുമായിട്ടുള്ള നമ്മുടെ ശേഷിയെ വർദ്ധിപ്പിക്കലും ചികിത്സയിൽ അത് എത്രത്തോളം ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് പ്രകൃതി ശക്തികളെയും ഇതുപോലെ ക്ഷേത്ര സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രങ്ങളുടെ ശക്തി അറിയുക. മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് നേരിട്ട് ബോധ്യപ്പെടുക. ആരെങ്കിലും പറയുകയോ ഒരു ബുക്ക് വായിക്കുകയോ ചെയ്താൽ കിട്ടുന്നത് പോലെ അല്ലല്ലോ അനുഭവിച്ചറിയാൻ. അങ്ങനെയാണ് പൂജാതന്ത്രം പഠിക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹമുണ്ടായതും ശാസ്ത്രീയമായി തന്നെ അത് പഠിക്കുകയും അതിൻ്റെ ഭാഗമായി പുരച്ഛരണം, മന്ത്രപുരച്ഛരണം, അക്ഷരലക്ഷജപം, അതിൻ്റെ 10-1 ഹോമം, അതിൻ്റെ 10-1 തർപ്പണം, അതിൻ്റെ 10-1 പ്രോക്ഷണം, അതിൻ്റെ 10-1 അന്നദാനം. ഇതാണ് ഒരു പുരച്ഛരണം. അങ്ങനെ പുരച്ഛരണം കഴിഞ്ഞു, 2 പുരച്ഛരണം കഴിഞ്ഞു. അതോടുകൂടി എനിക്ക് ബോധ്യമായി മന്ത്രത്തിൻ്റെ ശക്തി എന്താണെന്ന്. അതൊക്കെ ചികിത്സയുടെ ഭാഗമാണ്. ചികിത്സയിൽ അതെല്ലാം നമ്മൾ പ്രയോഗിക്കാറുമുണ്ട്. അങ്ങനെയാണ് ക്ഷേത്ര പൂജാരി. ദേവസ്വം ബോർഡ് അംഗീകരിക്കപ്പെട്ട ഒരു പൂജാരിയാണ്, സർട്ടിഫിക്കറ്റ് പൂജാരിയാണ്. പക്ഷേ ക്ഷേത്ര പൂജകളിൽ കൂടുതലായിട്ട് പോയില്ല. പിന്നീട് എൻ്റെ അന്വേഷണങ്ങൾ വേദാന്ത തലത്തിലേക്കായിരുന്നു. ഇന്നും ഒരു വേദാന്ത സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സ്പിരിച്വാലിറ്റി ഇതുമായിട്ട് കണക്ട് ചെയ്താണല്ലോ ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം വീണ്ടെടുക്കുന്നതിലൂടെ അതിനിടയ്ക്ക് ആത്മീയതയുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നത് എങ്ങനെയാണ്? വളരെ വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണത്. ഇന്ന് നമ്മുടെ സമൂഹത്തിന് ശരിക്കും അറിവില്ല. അതറിയണം, സമൂഹം അറിയേണ്ടതാണത്. നമ്മുടെ മനുഷ്യ ശരീരത്തെയാണ് ഇന്നെല്ലാവരും ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നത്, അസുഖങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവികൾക്കും 3 ശരീരങ്ങളാണുള്ളത്. ഇന്ന് നമുക്ക് കാണുന്ന ഈ ശരീരം സ്ഥൂല ശരീരമാണ്. അതായത് നമ്മുടെ കൈകൾ, കാലുകൾ, ശരീരം, ചെവി, വായു, മൂക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഇതിനെ നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഇതിനെയെല്ലാം നിരവധി സിസ്റ്റങ്ങൾ ആയിട്ടാണ്. മസ്കുലാർ സിസ്റ്റം, സ്കെലിറ്റൽ സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ഇങ്ങനെയുള്ള നിരവധി സിസ്റ്റങ്ങൾ കൂടിച്ചേർന്നത് ഹ്യൂമൻ ബോഡി. ഇതാണ് നമ്മുടെ സ്ഥൂല ശരീരം. ഈ ശരീരത്തിനുള്ളിലായി നമുക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട്. ആ സൂക്ഷ്മ ശരീരം 17 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്.
സെൻസ് ഓർഗൻസ്, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ പഞ്ചേന്ദ്രിയങ്ങൾ 5, മോട്ടോർ ഓർഗൻസ് എന്ന് പറയുന്ന നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഈ 5 കർമ്മേന്ദ്രിയങ്ങളും പഞ്ചപ്രാണനുകൾ, പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ, ഈ പഞ്ചപ്രാണനുകളും കൂടി 15, മനസ്സ്, ബുദ്ധി, ഇങ്ങനെ 17 തത്വങ്ങൾ കൂടിച്ചേരുന്നതാണ് സൂക്ഷ്മശരീരം. ഈ സൂക്ഷ്മശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ സ്ഥൂല ശരീരത്തിൽ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതേപോലെ തന്നെ സ്ഥൂല ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ സൂക്ഷ്മ ശരീരത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ചികിത്സിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ 2 ശരീരങ്ങളെയും ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. ഇന്ന് പൊതുവേ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു 80-85% ശാരീരിക പ്രശ്നങ്ങളുടെയും ഉറവിടം ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെതാണ്. സൂക്ഷ്മ ശരീരത്തിലാണ് മനസ്സ്, ബുദ്ധിയൊക്കെ ഉള്ളത്, പ്രാണൻ എല്ലാം സൂക്ഷ്മ ശരീരം. ഇതിൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന പ്രശ്നങ്ങൾ സ്ഥൂല ശരീരത്തിന് രോഗമായിട്ട് വരുന്നു. അത് 80%-ലേറെ, 85%-ഓളവും ശാരീരിക രോഗങ്ങളുടെ അടിസ്ഥാനം സൂക്ഷ്മ ശരീരമാണ്. ഇനി മൂന്നാമതൊരു ശരീരമുണ്ട്, കാരണ ശരീരം. അത് സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾക്ക് കാരണമായ ഒരു ശരീരമാണ്. അങ്ങ് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വരുന്ന സമയത്ത്, അപ്പം പറഞ്ഞില്ലേ, സ്ഥൂല ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു റീസൺ, അതാണ് നമ്മുടെ സ്ഥൂല ശരീരത്തിന് ബാധിക്കുന്ന അസുഖം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തിരിച്ചുമാവാം. അപ്പോൾ എന്തായാലും സ്ഥൂല ശരീരത്തിനൊരു സൗഖ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ ആ കാരണം നശിച്ചാലേ വൈദ്യശാസ്ത്രത്തിൽ അങ്ങ് എങ്ങനെയാണ്? പറയാം. ഒരു കാര്യമുണ്ടാകണമെങ്കിൽ അതിനൊരു കാരണമുണ്ട്. കാരണമില്ലാതെ കാര്യം ഉണ്ടായില്ല. പലപ്പോഴും എൻ്റെ മുന്നിൽ വരുന്ന രോഗികൾ, പ്രത്യേകിച്ച് നമ്മൾ ചികിത്സയിൽ ഓർത്തോപീഡിക്, റുമറ്റോളജി, ന്യൂറോളജി കേസുകളാണ് കൂടുതലായും ചെയ്യുന്നത്. ഇതിൽ പലപ്പോഴും വരുന്നത് ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസസ്. ഇവിടെ ഒരു മരുന്ന് പോലും പുറത്തുനിന്ന് വാങ്ങുന്നില്ല, എല്ലാം നമ്മൾ തന്നെ തയ്യാറാക്കുന്നതാണ്. നമ്മൾ ഔഷധം തയ്യാറാക്കി അത് ഹോമിച്ചതിന് ശേഷം മാത്രമേ ഔഷധങ്ങൾ ഉപയോഗിക്കാറുള്ളൂ. അതിൽ ആത്മീയ ശക്തി കൂടി നമ്മൾ പ്രസരിപ്പിക്കും. നാം പറയുന്ന വാക്കുകൾ, ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാത്തിലും ആ ആത്മീയമായ ഒരു ശക്തി കൂടി ചെല്ലുന്നുണ്ട്. ഈ ആത്മീയ ശക്തി കൂടി ചെല്ലുന്നത് കൊണ്ടാണ് അതിന് ഇത്രയും ശക്തി ഉണ്ടാകുന്നത്. അതിൻ്റെ ഫലം എനിക്ക് ബോധ്യപ്പെട്ടുള്ളത് കഴിഞ്ഞ 40 വർഷക്കാലമായി ഞാൻ ചികിത്സാ രംഗത്തുണ്ട്. മേജർ കേസുകളാണ് ചികിത്സിക്കുന്നത്. ഇന്ന് വരെ ഒരാൾ സുഖപ്പെടാത്ത ആളില്ല. ഒരാൾ. അങ്ങയുടെ അടുത്ത് വന്നിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഏതാണ്? ഇപ്പോൾ ഇവിടെ കിടക്കുന്ന പേഷ്യൻസ് എല്ലാം ആ കണ്ടീഷനിലാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആയിട്ട് നിരവധി ചികിത്സകൾ ചെയ്ത 46 വയസ്സുള്ള പേഷ്യൻ്റ് ഇപ്പോൾ കിടപ്പുണ്ട്. 28 വയസ്സുള്ള ഒരു ബോയ് ന്യൂറോ പ്രശ്നമായിട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വീഴാണ്. ന്യൂറോ പ്രശ്നമാണ്. കഴിഞ്ഞ വർഷം പ്രയാഗ്രാജ് കുംഭമേളയിൽ വെച്ച് നടന്ന അപകടത്തിൽ കഴുത്ത് ഒടിഞ്ഞ കേസ് ഇപ്പോൾ ഇവിടെ കിടപ്പുണ്ട്. ഇതുപോലെ ആക്സിഡൻ്റായി, ഹെഡ് ഇഞ്ചുറിയായി കോമയിൽ മാസങ്ങളോളം കിടന്നിട്ട് വളരെ പ്രഗത്ഭരായ ന്യൂറോ സർജന്മാരുടെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ, അപ്പോഴും കോമയിൽ തന്നെയായിരുന്നു. അത് കൊല്ലം ജില്ലയിൽ തന്നെ പുത്തൂർ കൈതക്കോട്, ആ കൈതക്കോട്ടിലെ അനൂപ്, അവരുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചുപോയി. 19 വയസ്സുള്ള കുട്ടിയാണ്. 3.5 മാസം വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ന്യൂറോ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തിട്ടും ഹോമയിൽ കിടന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് 1 മാസം കഴിഞ്ഞിട്ടാണ് അയാൾ കോൺഷ്യസിലേക്ക് വരുന്നത്. 72 ദിവസം കൊണ്ട് ഇന്ന് അയാൾ നടക്കുന്നുണ്ട്. ഇതുപോലെ എത്രയോ കേസുകൾ ഇവിടെ തന്നെ കണ്ണമ്മൂല, ഇവിടെ ഒരു വലിയ ചർച്ചുണ്ട് സെമിനാരിയൊക്കെ ഉള്ള. ആ ചർച്ചിലെ മാനേജറുടെ അമ്മയാണ്. 25 വർഷമായിട്ട് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് 25 വർഷമായിട്ട് അവിടെ ബൈബിൾ പഠിപ്പിക്കുന്ന അമ്മ 80ാമത്തെ വയസ്സിൽ തലയടിച്ച് വീണു. കോമയിലായിരുന്നു. തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ. ഒടുവിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞപ്പോഴാണ്
എന്നെ കാണാൻ വേണ്ടി വരുന്നത് അമ്മയുടെ മക്കൾ. ഇന്ന് അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് 5 വർഷം കഴിഞ്ഞ്. ഇതുപോലെ പറയാൻ നൂറുകണക്കിന് സംഭവങ്ങൾ. പക്ഷെ ഒരൊറ്റ സംഭവം പോലും നമ്മൾ അവരുടെ വീഡിയോ എടുത്തൊന്നും നമ്മൾ പ്രദർശിപ്പിക്കാറില്ല. ഒരാളിൻ്റെയും ദൗർബല്യത്തെ അല്ലെങ്കിൽ അവരുടെ ആ വീഴ്ചകളെ നമ്മൾ മാർക്കറ്റ് ചെയ്യാറില്ല. ഇതാണ് നമ്മുടെ രീതി. ഇപ്പോൾ അങ്ങ് വരുന്നവർക്ക് ട്രീറ്റ്മെൻറ്റ് മാത്രമാണോ ചെയ്യുന്നത്, അതോ എന്തെങ്കിലും ഈ മർമ്മങ്ങളെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ രാജവൈദ്യത്തെക്കുറിച്ച് മറ്റാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള സംവിധാനം എന്തെങ്കിലും? ടീച്ചിങ് എൻ്റെ പ്രൊഫഷനല്ല, പക്ഷേ ടീച്ച് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കിപ്പം 5 വർഷമോ മറ്റോ കൊണ്ട് ഒരു ആയുർവേദ കോളേജിലോ സിദ്ധ കോളേജിലോ ഒന്നും പഠിച്ചാൽ അവരൊരു ഡോക്ടറെന്ന് പേര് വയ്ക്കാം എന്നല്ലാതെ ഒരു ഡോക്ടർ ആവില്ല. യഥാർത്ഥത്തിൽ ഹൗസ് സർജൻസിയൊക്കെ കഴിഞ്ഞ് പേരിനോടൊപ്പം ഡോക്ടർ എന്ന് വയ്ക്കാൻ മാത്രമേ ഉള്ളൂ. അവർ പഠിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മുതലാണ്. ഇവിടെ ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ട് പോലും അവർക്കൊന്നും ബേസിക് പ്രിൻസിപ്പിൾസ് പോലും അവർക്കൊന്നും പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർ MD കഴിഞ്ഞിട്ടുള്ളവർക്കും ഒക്കെ ആയിട്ട് നമ്മൾ ആയുർവേദത്തിൻ്റെ സിദ്ധവൈദ്യത്തിൻ്റെയൊക്കെ അടിസ്ഥാന സിദ്ധാന്തങ്ങളും അതിൻ്റെ ദ്രവ്യഗുണവിജ്ഞാനം ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ മർമ്മ സിദ്ധാന്തങ്ങൾ, മർമ്മശാസ്ത്രം, ശരീരത്തിലെ 108 മർമ്മങ്ങളുടെ സ്ഥാനനിർണയം, സ്ഥാനത്ത് ക്ഷതം പറ്റിയുള്ള ലക്ഷണങ്ങൾ, അതിൻ്റെ ഇളക്കമുറകൾ, അതിൻ്റെ ചികിത്സകൾ, ഇതിൻ്റെ കോഴ്സ് ഉണ്ട്. പിന്നെ ഇത് മാത്രമല്ല ദൈവവ്യപാശ്രയ ചികിത്സ എന്ന് പറഞ്ഞല്ലോ. ഇതെന്താണെന്ന് 2.5 നൂറ്റാണ്ടിന് മുമ്പ് വരെ വളരെ സജീവമായി നമ്മുടെ രാജ്യത്ത് നിലവിലിരുന്നതാണത്. അതിനുശേഷം കടന്നു വന്ന് ബ്രിട്ടീഷ് ഭരണമൊക്കെ വന്നതിന് ശേഷമാണ് അത് അന്ധവിശ്വാസമാണ് എന്നൊക്കെ കരുതിക്കൊണ്ട് അവരതിനെയൊക്കെ നിയന്ത്രിച്ച് ഇല്ലാതായതാണ്. അതിനെയൊക്കെ ഇന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. പിന്നെ ധാരാളം പ്രഭാഷണങ്ങൾ ക്ഷേത്രങ്ങളും അതുപോലെ പല സമ്മേളനങ്ങളിലും ഒക്കെ എടുക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ മാത്രമല്ല, ചർച്ചുകളിലും മോസ്കുകളിലും ഒക്കെ പ്രഭാഷണത്തിന് പോകുന്നുണ്ട്. കാര്യം അതെല്ലാം അതിലെ നന്മകളെ എത്രത്തോളം നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നമ്മുടെ തലമുറ നന്മയിലേക്ക് പോകും. അതുകൊണ്ട് അതിന് പറയാൻ കഴിയുന്ന ആൾക്കാരൊക്കെ അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എന്നെ വിളിക്കുന്ന സ്ഥലത്തെല്ലാം ഞാൻ പോകാറുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ പുരാണങ്ങൾ കഥകളൊന്നും ഞാൻ പറയാറില്ല. അതൊക്കെ നമ്മുടെ ആധ്യാത്മികതയുടെ ബാലപാഠങ്ങളാണ്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് കൂടുതലായിട്ടും വേദാന്തങ്ങളാണ്, അല്ലെങ്കിൽ പ്രകരണ ഗ്രന്ഥങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ദർശനങ്ങളെക്കുറിച്ച്, ഷഡ്ദർശനങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറിച്ചാണ് ഞാൻ സംസാരിക്കാറുള്ളത്.